ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ 3 ഫ്രണ്ട്സ് വന്നു കേട്ടോ വീട്ടിൽ സ്കോട്ട്ലൻഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ട്രാവൽ വ്ലോഗും കൂടി എടുക്കാമെന്ന്. അപ്പം എങ്ങനെയാ, റെഡി അല്ലേ? കം ഓൺ ഗൈസ്. അപ്പം ഞങ്ങളുടെ അലർച്ചയൊക്കെ കേട്ട് നിങ്ങളൊന്നും ഓണായില്ലേ? ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് സ്കോട്ട്ലൻഡിന്റെ ഹൈലാൻഡ്സിലാണ്. ഈ വിന്റർ കഴിയാത്തതുകൊണ്ടാണ് ഈ റോഡിന്റെ 2 സൈഡിലും മരങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെയാ. ഈ റോഡ് ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇങ്ങനത്തെ വലിയ വലിയ മലകള്. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങി കേട്ടോ. അവര് ലണ്ടനിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ മൗണ്ടെയിൻസും ഇങ്ങനത്തെ വിജന പ്രദേശങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെന്താ, നല്ല കോച്ചി പിടിക്കുന്ന തണുപ്പും. കണ്ടോ, ഇപ്പോഴും ഇവിടെ മഞ്ഞുമലയുണ്ട്. വീണ്ടും ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. ഇങ്ങനെ ഈ പൈൻ മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ ഊട്ടിയിൽ പോയൊരു ഫീൽ കിട്ടി. പിന്നെ അവരെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ഓടേണ്ടി വന്നു ഗൈസ്. അപ്പം അവരിന്ന് നമ്മൾ കാണിക്കാന്ന് പറഞ്ഞേക്കുന്നത് ഹൈലാൻഡ്സിലെ ഐലോ സ്കൈ ആയിരുന്നു. റോഡ് ട്രിപ്പ് തന്നെ ഭയങ്കര വൈബായിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പം നമ്മൾ പുറത്തിറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും. വേറെന്ത് വേണം. പക്ഷെ നല്ല കോച്ചി പിടിക്കുന്ന തണുപ്പായിരുന്നു കേട്ടോ. ഇവിടെ ഈ തണുപ്പ് മാത്രമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ കുറേ നാളായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നുണ്ടാകുമെന്ന് തോന്നുന്നു. ആ ഒരു സമയം പെട്ടെന്ന് കഴിഞ്ഞു പോരുതേന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ. പിന്നെ ഇതുപോലെ നല്ലൊരു ലഞ്ച് ഔട്ട് ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. നല്ല തണുപ്പാണെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. വീണ്ടും നമ്മൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഐലോ സ്കൈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഫോൾസ് ഉണ്ട്. എപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുവേ. സ്നേഹയ്ക്കൊക്കെ വർഷങ്ങളായി വെള്ളം കാണാത്ത സന്തോഷമായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ഫ്രീസായിട്ടായിരിക്കുന്നത്. ഭയങ്കര റെഡ് കളറിൽ ഇങ്ങനെ ഇരിക്കുമോ. എന്നാലെന്താ, എവിടെ ഇറങ്ങിയാലും ഒരു ഫോട്ടോഷൂട്ട് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഗൈസ്. എന്താലേ നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെ. ഈ വെള്ളം കണ്ടാൽ നമുക്ക് ചാടി കുളിക്കാൻ തോന്നും. പക്ഷെ കുളിക്കരുത്, തണുത്ത് വിറച്ച് മരിച്ചു പോകും. സ്കൈയിൽ വരുമ്പം മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ് ഈ ദൂരെ കാണുന്ന ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ. സ്കോട്ട്ലൻഡ് വരെ വന്നിട്ട് ഹൈക്കിങ്ങിന് പോയില്ലെങ്കിൽ വളരെ മോശമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഈ മല കയറാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഈ പെരുന്തണുപ്പത്ത് ഈ മല മൊത്തം കയറാൻ വേണ്ടി ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ജോയിൻ്റെ ഒരു മോട്ടിവേഷൻ കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന്. നിങ്ങൾ കേട്ടില്ലേ, ഭയങ്കര കാറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് തണുപ്പ് വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്യും. തുടക്കത്തിലൊക്കെ വലിയ ആവേശമായിട്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. 4.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇത് മൊത്തം കയറി തീർക്കാൻ വേണ്ടി. അങ്ങ് ദൂരെ കണ്ടോ, അതിന് മണ്ടയിൽ വരെ നമ്മൾ എത്തണം. ഇതാണ് ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ. അധികം നടന്നൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങളും എടുത്തു ഗൈസ്. വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഈ മല മൊത്തം കയറാനായിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കും ഒരു 2.5-3 മണിക്കൂറൊക്കെ എടുത്തു. ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എത്തുമെന്ന്. പക്ഷെ നമ്മൾ എത്തില്ല ഗൈസ്. പിന്നെ അവിടെ കാണുന്ന ആ സ്റ്റോണിന് 55 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് വെള്ളാട്ടപ്പോക്കർ അല്ലെങ്കിൽ ചന്ദ്രയാൻ മനുഷ്യൻ. ഹിഹി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മേലോട്ട് കുത്തനെ കയറ്റം, പിന്നെ ഫുൾ സ്റ്റെപ്സ്. ആദ്യം വിചാരിച്ചു ഓടിക്കയറാന്ന്, പിന്നെ മനസ്സിലായി അതൊന്നും നടക്കില്ല എന്ന്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഓരോ ലൊക്കേഷൻ എത്തുമ്പോഴും അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ആ സ്റ്റോണിൻ്റെ നേരെ പാരലായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അപ്പോഴത്തേക്കും ശരിക്കും ഞങ്ങൾ മടുത്ത്. ഇപ്പോൾ അവരെ ഒന്നും കാണാൻ പോലും ഇല്ല. ഞാനും ജോയി മാത്രമായി ഏറ്റവും ബാക്കിൽ. അങ്ങനെ അവസാനം ഈ കോണിപ്പടികളും കൂടി തീർത്താൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഭയങ്കര തണുപ്പും പിന്നെ ഈ കാറ്റും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങളെല്ലാവരും ചുമന്ന് തുടുത്ത് വന്ന് ഫ്രോസ്റ്റ് ബൈറ്റ് വരെ അടിക്കുമെന്ന് ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ ശരിക്കും. അപ്പം ഗൈസ്, നമ്മളങ്ങനെ ലാസ്റ്റ് മണ്ടയിലെത്തി. അപ്പം ഇതാണ് മേലെ നിന്നുള്ള വ്യൂ. 2 സൈഡിൽ നിന്നുള്ള വ്യൂ ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾ മടുത്ത് കുന്തൊഴിഞ്ഞ് ഈ മേലെ വരെ താണ്ടി വന്നിട്ട് മേലെ നിന്നുള്ള വ്യൂ കണ്ടപ്പം ശരിക്കും നല്ല വെറുത്തായും തോന്നിട്ടോ. പക്ഷേ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ. പക്ഷേ ഞങ്ങൾ പറത്തിക്കൊണ്ടുപോകുന്ന പോലത്തെ കാറ്റായിരുന്നു അതിൻ്റെ മണ്ടയിലുണ്ടായിരുന്നത്. അവിടുന്ന് വീണായിരുന്നെങ്കിൽ അപ്പം തീർന്നു ഗൈസ്. തണുപ്പും കാറ്റും സഹിക്കാൻ പറ്റാണ്ടായപ്പം ഞങ്ങൾ വേഗം തന്നെ തിരിച്ചിറങ്ങി കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഭാഗ്യയുടെ കാലൊന്നും അടിഞ്ഞുപോയി. എന്തിന് പേടിക്കാൻ, ഞങ്ങൾ നേഴ്സുമാരുണ്ടല്ലോ കൂടെ. പിന്നെ എങ്ങനെയൊക്കെയോ എല്ലാത്തിനെയും പിടിച്ചിറക്കി വണ്ടി കയറ്റി.
പിന്നെ ഞങ്ങൾ ലൈറ്റ് പാട്ടൊക്കെ ഇട്ട് വൈബാക്കി തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറെ വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.